യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ നല്ല വചനത്തിനായിട്ട് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനും അങ്ങയുടെ വചനം ധ്യാനിക്കുവാനും അവസരം തന്നതിനാൽ സ്തോത്രം. അവിടുത്തെ മഹനീയമായ സാന്നിധ്യം ഇന്ന് ഞങ്ങളിവിടെ അനുഭവിക്കുന്നു. പ്രിയ കർത്താവേ, ഈ മുഖാന്തരത്തിനായി നന്ദി, ഈ അവസരത്തിനായി നന്ദി. ഈ വചനം കേൾക്കുന്നവരെ എല്ലാം കർത്താവ് കാണുന്നുണ്ടല്ലോ. കർത്താവ് എല്ലാവരെയും നേരിട്ട് അറിയുന്നുണ്ടല്ലോ. അവരുടെ ആവശ്യവും അവരുടെ അവസ്ഥയും കർത്താവ് അറിയുന്നുണ്ടല്ലോ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ അങ്ങയുടെ സമാധാനം അവരുടെ ഹൃദയത്തിൽ വാഴുവാൻ കൃപ ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ വചനം ശ്രദ്ധിക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിന് നന്ദി. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവന് അനുവദിക്കപ്പെട്ട സമയങ്ങളിൽ നിന്ന് ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം അവൻ അറിയുന്നില്ല. അശ്രദ്ധയോടും അലസതയോടും കൂടെ നാം നമ്മുടെ ജീവിതത്തെ തള്ളിവിടുന്നു. പക്ഷെ നമുക്ക് അനുവദിക്കപ്പെട്ട ദിവസം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ തന്നെ നമുക്കൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. 100 വർഷം നിങ്ങളിവിടെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസം അനുവദിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ സാധിക്കും. 365 ഗുണം 100, അത്രയും ദിവസമേ നമുക്കിവിടെ അനുവദിച്ചിട്ടുള്ളൂ. അതിലൊരു ദിവസമാണ് ഇന്ന് തീരുന്നത്. ഈ അനുവദിക്കപ്പെട്ട സമയം കൊണ്ട് വേണം നമ്മുടെ നിത്യതയെ നിർണയിക്കാൻ. മനുഷ്യൻ നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ്. താൽക്കാലിക ജീവിതത്തെക്കുറിച്ചുള്ള ബുദ്ധിമുട്ടിനിടയിൽ വരുവാനുള്ള ലോകത്തെക്കുറിച്ച് നാം പലപ്പോഴും മറന്നുപോകുന്നു. താൽക്കാലിക ജീവിതം തള്ളി നീക്കാനുള്ള ബദ്ധപ്പാടാണ്. ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളാണ്. ചിലർക്ക് രോഗം, ചിലർക്ക് കടഭാരം, ചിലർക്ക് കുടുംബ പ്രശ്നം, ചിലർക്ക് അനുസരണമില്ലാത്ത മക്കൾ, ചിലർക്ക് ആക്സിഡന്റ്, ചിലർക്ക് അകാല മരണം. ഇങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങളാൽ മനുഷ്യരെല്ലാം ഭാരപ്പെടുകയാണ്. ഇതിനിടയിൽ നമുക്ക് അനുവദിക്കപ്പെട്ട സമയം തീരുകയും നാം മരണത്തോടടുക്കുകയും ചെയ്യുകയാണ്. ഇതിനപ്പുറത്ത്, ഈ മരണമെന്ന ഈ തീരത്തിനപ്പുറം എന്താണെന്ന് ചിന്തിക്കുവാൻ ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടം വരും. നമ്മുടെ നിത്യതയോട് ബന്ധപ്പെട്ടതും നമ്മുടെ ആത്മാവിനോട് ബന്ധപ്പെട്ടതുമായ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളാണ് നാം വചനത്തിലൂടെ ഇവിടെ പങ്കിടുന്നത്. കർത്താവായ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരുമായി സംസാരിച്ച കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞതാണ് ഞാനിവിടെ വായിച്ചത്. സമാധാനത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. സമാധാനം.
ഇവിടെ യേശു 3 തരം സമാധാനത്തെക്കുറിച്ച് പറയുന്നു. ഒന്ന്, ദൈവത്തോടുള്ള സമാധാനം. 2, ദൈവീക സമാധാനം. 3, ലോകം തരുന്ന സമാധാനം. യേശു ഇങ്ങനെ പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു. യേശു പറഞ്ഞ വാക്കിനെ അതിൻ്റെ ഉള്ള നിലയിൽ ഗ്രഹിച്ചാൽ നമുക്കൊരാശയം പിടികിട്ടും. യേശു പോകുക വഴി, പോകുന്നതോടുകൂടെ മനുഷ്യവർഗത്തിന് വേണ്ടി ഒരു സാധനം തന്നിട്ട് പോയി. അതെന്താ തന്നിട്ട് പോയത്? ഇവിടെ പറയുന്നു സമാധാനമെന്ന്. യേശു ഈ ഭൂമിയിൽ വന്നു, ദരിദ്രർക്ക് ഭക്ഷണം കൊടുത്തു, രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, ദുഃഖിതരെ ആശ്വസിപ്പിച്ചു, പല പല കാര്യങ്ങൾ ചെയ്തു. പോകുമ്പോൾ അവൻ എന്താ തന്നിട്ട് പോയത് എന്ന് ഈ ബൈബിളിൽ തന്നെ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ആ വചനം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ആരും എന്റെ ജീവനെ എന്നോട് എടുത്തു കളയുന്നില്ല. ഞാൻ തന്നെ എന്റെ ജീവനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിക്കാനും എനിക്ക് അധികാരമുണ്ട്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ യേശു പോകുന്നതിന് മുൻപ് അഥവാ പോകുന്നതോടുകൂടെ തന്നിട്ട് പോയൊരു സാധനം ആണ് ഇവിടെ പറഞ്ഞ ഒന്നാമത്തെ സമാധാനം. അതായത് ഒരു മനുഷ്യൻ ഒരു മോട്ടോർ സൈക്കിൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം പെട്ടെന്ന് ഇംഗ്ലണ്ടിന് പോകാൻ നേരത്ത് അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോകുമ്പോൾ ഇത് നിനക്ക് തന്നേക്കാം. അപ്പം പോകുന്നില്ലെങ്കിൽ തരുന്നില്ല, പോകുമ്പോൾ തരുന്നു. ഇതുപോലൊരു പ്രയോഗമാണ് യേശു ഇവിടെ ചെയ്തത്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു. യേശു പോയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. യേശു പോയത് ക്രൂശിലെ മരണത്തിലൂടെയാണ്. ആ ക്രൂശ് മരണത്തോടു കൂടെ നമുക്ക് തന്ന ഒരു പ്രത്യേക ദാനമാണ് ദൈവത്തോടുള്ള സമാധാനം. ഈ ഒന്നാമത്തെ സമാധാനത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് വിവരിക്കാം. സമാധാനം എന്ന വാക്കിന് മനസ്സിന്റെ അടക്കം, സ്വസ്ഥത എന്നീ അർത്ഥങ്ങൾ ഉള്ളപ്പോൾ തന്നെ മറ്റൊരർത്ഥമുണ്ട്. യുദ്ധമില്ലാത്ത അനുഭവം അഥവാ യുദ്ധത്തിന്റെ എതിർപദമാണ് സമാധാനം. അപ്പോൾ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് യേശു കർത്താവ് പറയുമ്പോൾ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്ന വാക്കാണ് അവിടെ ഒന്നാമത് യേശു പറഞ്ഞത്. 2 പ്രാവശ്യം ഇവിടെ പറഞ്ഞതിനാൽ 2 ചിന്തകൾ അതിനകത്തുണ്ട്. ഒന്നാമത്തേത്, ഒരു യുദ്ധം അവസാനിക്കുകയാണ്. ഏത് യുദ്ധം? ആ യുദ്ധം ദൈവവചനത്തിലൂടെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇവയെല്ലാം ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നതാണ്. നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് നിങ്ങളുടെ പാപമത്രേ. യെശയ്യാവ് 59:1. കേൾപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ ചെവി മന്ദമായിട്ടില്ല, പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം
അവന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. എന്നാൽ എന്തുകൊണ്ട് ദൈവം കേൾക്കുന്നില്ല? എന്തുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നില്ല? ഉത്തരം, നിങ്ങളുടെ പാപമത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. അപ്പം മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയ ഒരു പ്രത്യേക വസ്തുതയാണ് പാപം. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ എന്ന് ബൈബിൾ പറയുന്നു. ആരാണ് പാപം ചെയ്തത്? ആരാണ് പാപം ചെയ്യാത്തത്? ഇതിനെക്കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നു? റോമർ 5:12, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ പാപവും മരണവും സകല മനുഷ്യരിലും പരന്നു എന്ന് ബൈബിൾ പറയുന്നു. ഇങ്ങനെ മനുഷ്യവർഗം മുഴുവനും പാപത്താൽ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു. ഇതിനകത്ത് ഞാനും പെടും, നിങ്ങളും പെടും. സകല മനുഷ്യരും പാപത്താൽ ദൈവത്തിൽ നിന്നാകുന്നു. അപ്പനും മക്കളും എന്ന പോലെ അടുത്തിടപെടാവുന്ന ഒരു അനുഭവത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തോട് അടുക്കാൻ കഴിയാതെ വണ്ണം ദൈവത്തിൽ നിന്നാകുന്നു. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഒരു അകലം വന്നു. ഇതിന്റെ വേദശാസ്ത്ര വശങ്ങളെല്ലാം എന്റെ ശ്രോതാക്കൾ വിശദമായി ഗ്രഹിക്കുവാൻ ഇപ്പോൾ കഴിഞ്ഞില്ലെന്ന് വരാം. എങ്കിലും വേദശാസ്ത്ര വശങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിലും പ്രായോഗിക വശം അറിയാൻ എളുപ്പമുണ്ട്. നമ്മുടെ മനസാക്ഷി നമ്മോട് പറയുന്നു, ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നാ ജീവിക്കുന്നത്. അതുകൊണ്ട് നാം ദൈവത്തോട് അടുക്കുവാൻ ഒരു മധ്യസ്ഥന്റെ സഹായം തേടുന്നുണ്ട്. ശരിയാണോ? ദൈവത്തിൽ നിന്ന് അകന്ന മനസ്സ് നമ്മെ മധ്യസ്ഥനെ അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇതിനോട് നിങ്ങൾ യോജിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അകന്നുപോയൊരു വ്യക്തിയെ കാണാൻ പോകുമ്പോൾ അടുപ്പമുള്ള ഒരാളെ നിങ്ങൾ കൂട്ടിന് വിളിക്കും. അത് സ്വാഭാവികമാണ്. മാത്രമല്ല, അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന എന്തെങ്കിലും സമ്മാനങ്ങളോ സംഭാവനകളോ കൊണ്ടുപോകുവാനും നാം ചിലപ്പോൾ ഒരുങ്ങും. ഇങ്ങനെയാണ് മനുഷ്യ ദൈവങ്ങൾ ഭൂമിയിലുണ്ടായത്. സർവശക്തിയുള്ള ദൈവത്തോട് അടുക്കുവാൻ മനുഷ്യന് സ്വയമേ കഴിയാതെ വന്നപ്പോൾ അവൻ മറ്റാരെങ്കിലും ഒരാളെ മധ്യസ്ഥനായിട്ട് വിളിക്കാൻ ആഗ്രഹിച്ചു. മാത്രമല്ല, എന്തെങ്കിലും ചില നേർച്ചകളോ കാഴ്ചകളോ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനും അവന്റെ മനസ്സവനെ പ്രേരിപ്പിച്ചു. ഇങ്ങനെയാണ് മതങ്ങൾ ഇന്ന് കാണുന്ന ഈ വ്യവസ്ഥിതികൾക്ക് രൂപം കൊടുത്തത്. പക്ഷേ മനുഷ്യന്റെ മനസ്സിലെ ആ അകലം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇതിനൊരു പരിഹാരം ക്രിസ്തു ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഞാനത് ദൈവവചനത്തിലൂടെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. വിശുദ്ധ ബൈബിളിലെ കൊലോസ്യ ലേഖനം എന്ന ലേഖനത്തിൽ അതിനെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഒന്നുകൊണ്ട് ഞാൻ വായിക്കാം. യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും യേശുവിനെ കൊണ്ട് ദൈവത്തോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. മനുഷ്യന്റെ മനസ്സിൽ ദൈവവുമായൊരു അകലമുണ്ട്. ഈ അകലം ഒരു വേദശാസ്ത്ര സത്യം എന്നതിനേക്കാൾ അപ്പുറത്ത്
അതൊരു മാനസിക അവസ്ഥ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ദൈവത്തോട് അടുക്കുവാൻ അവൻ വിശുദ്ധന്മാരെ കൂട്ടുപിടിക്കുന്നു, പുരോഹിതന്മാരെ കൂട്ടുപിടിക്കുന്നു, നേർച്ച കാഴ്ചകളെ ആശ്രയിക്കുന്നു. എന്നാൽ ബൈബിളിൽ ഒരു സുവാർത്തയുണ്ട്. ദൈവത്തിൽ നിന്നകന്ന മനുഷ്യനെ ദൈവത്തോടടുപ്പിച്ച് ശത്രുത അവസാനിപ്പിച്ച് പിഴകെട്ടി നഷ്ടപരിഹാരം നൽകി ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഒരു പാലം പണിത് സമാധാനം പുനഃസ്ഥാപിക്കുന്ന ഒരു സന്തോഷ വാർത്ത ബൈബിളിലുണ്ട്. അതാണ് ക്രിസ്തുവിന്റെ ക്രൂശ് മരണം. ഇവിടെ ഇങ്ങനെ വായിക്കുന്നു, യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനം ഉണ്ടാക്കി. ഈ സമാധാനമാണ് യേശു തന്നേച്ചു പോയത്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം നിങ്ങളോട് പങ്കിടുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. യേശു കർത്താവ് സ്വർഗത്തിലെ സകല മഹത്വവും ഉരിഞ്ഞു വെച്ചിട്ട് ഒരു മനുഷ്യനായി ഇവിടെ അവതരിച്ച് മനുഷ്യന്റെ പാപം തന്റെ ശരീരത്തിൽ വഹിച്ച് പാപിയായ മനുഷ്യന് പകരമായി യേശു ക്രൂശിൽ മരിച്ചു. അവൻ കുരിശിൽ കിടക്കുമ്പോൾ ഒരു കൈകൊണ്ട് പിതാവായ ദൈവത്തെയും ഒരു കൈകൊണ്ട് പാപികളായ മനുഷ്യവർഗത്തെയും പിടിച്ച് ഒന്നാക്കി തീർക്കുന്ന സംഭവമാണ് ക്രൂശിലെ മരണം. ഈ ഒരു സത്യം ഒരു മനുഷ്യൻ അറിയുമ്പോൾ, ഈ സത്യം ഒരു മനുഷ്യൻ വിശ്വസിക്കുമ്പോൾ, അവന്റെ മനസ്സിനകത്ത് ദൈവത്തോടൊരടുപ്പം വരികയാണ്. അവനൊരു പ്രാഗൽഭ്യം തിരികെ കിട്ടുകയാണ്. അങ്ങനെ സമാധാനമെന്ന ആ ദിവ്യാനുഭവം യേശുക്രിസ്തുവിൽ കൂടെ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും. ഒരു വീട്ടിലെ മകൻ അപ്പനോടുള്ള വഴക്ക് നിമിത്തം വീട് വിട്ടിറങ്ങിപ്പോയി. അപ്പൻ അല്പം സ്ട്രിക്റ്റ് ആയിരുന്നു. വീട് വിട്ടിറങ്ങിപ്പോയ മകൻ മാസങ്ങളായിട്ട് തിരിച്ചു വന്നില്ല. പക്ഷെ അവന്റെ അമ്മ അന്നു മുതൽ രോഗിയായി. ദുഃഖവും വേദനയും കൊണ്ട് അവർ കിടക്കയിലായി. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മാതാവ് മരണത്തോടടുക്കാൻ തുടങ്ങി. കഠിനഹൃദയനായ അപ്പൻ അന്നത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ മകന്റെ പടം കൊടുത്തിട്ട് ഇങ്ങനെ എഴുതി: മകനെ, മടങ്ങി വരിക, നിന്റെ അമ്മ മരിക്കാറായി. ഒരു ചായക്കടയിൽ പോയി പാത്രം കഴുകുന്ന പണി ചെയ്ത് വിശപ്പ് മാറ്റുകയായിരുന്നു ഈ ചെറുക്കൻ. അവൻ ചായക്കടയിലെ മേശപ്പുറത്ത് കിടക്കുന്ന പത്രത്തിൽ അവന്റെ പടം കണ്ടു. മകനെ, മടങ്ങി വരിക, നിന്റെ അമ്മ മരിക്കാറായിരിക്കുന്നു എന്ന വാർത്ത വായിച്ചു. ചായക്കടയിൽ ആളുകൾ ഇരിക്കുന്ന കാര്യം ആ കൊച്ചൻ മറന്നിട്ട് പാത്രം നെഞ്ചത്തോട് പിടിച്ച് പൊട്ടിക്കരയും. ഹോട്ടൽ മാനേജർ ചോദിച്ചു, എന്ത് പറ്റിയടാ? അവൻ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോയി. മാനേജർ പുറകെ ചെന്നു, നിനക്കെന്ത് പറ്റി? അവൻ പത്രം കാണിച്ചപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് വിഷയം. അയാൾ പറഞ്ഞു, നീ വേഗത്തിൽ ചെല്ല്, നിനക്ക് പൈസ ഞാൻ തരാം. അവൻ അതിവേഗത്തിൽ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ നിറച്ച ആളുണ്ട്. അമ്മയുടെ മുറി നിറയെ ആളാണ്. അവന് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവനകത്തേക്ക് കയറുവാൻ പേടിച്ച് കുറ്റബോധം കൊണ്ട് അവന്റെ മനസ്സ് പൊട്ടുകയാണ്. കാരണം ഞാൻ അപ്പനോട് പിണങ്ങി വീട് വിട്ടതാണല്ലോ,
സ്നേഹനിധിയായ എൻ്റെ അമ്മ രോഗിയായി മരിക്കാൻ കാരണം. ഇനി എനിക്കിത് നികത്താൻ കഴിയുമോ ഈ ആയുസിൽ? കരയാൻ പറ്റുന്ന ദുഃഖമുണ്ട്, കരയാൻ പറ്റാത്ത ദുഃഖവുമുണ്ട്. അത് ദുഃഖത്തിന്റെ ആഴം അറിയുന്നവർക്കേ അറിയുള്ളൂ. ചെറിയ ചെറിയ ദുഃഖങ്ങളാണെങ്കിൽ കരഞ്ഞാൽ തീരും. എന്നാൽ അതിനും അപ്പുറത്തേക്ക് ദുഃഖം അതിര് കടന്നാൽ പിന്നീട് കരയാൻ പറ്റില്ല. കുറ്റബോധവും ദുഃഖഭാരവും ഏകാന്തതയും പേറിക്കൊണ്ട ചെറുപ്പക്കാരൻ പതുക്കെ പതുക്കെ അകത്തേക്ക് ചെന്നു. അവൻ ആൾക്കൂട്ടത്തിനിടെ കൂടെ എത്തി നോക്കിയപ്പോൾ അവന്റെ അമ്മ മരിച്ചിട്ടില്ല. കണ്ണു തുറക്കുന്നുണ്ട്. അവൻ ആൾക്കൂട്ടത്തെ തള്ളി മാറ്റിയിട്ട് അമ്മേന്ന് വിളിച്ചു. ഈ മോന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയാണ് ആ മാതാവ് ജീവിച്ചിരുന്നത്. അവര് വേഗം കണ്ണു തുറന്നു. ആ കിടക്കയിൽ കിടന്നുകൊണ്ട് കൈ നീട്ടി അവന്റെ കൈയെ പിടിച്ചു. അങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ മാതാവ് മറ്റേ കൈ നീട്ടി. അപ്പൊ അവിടെ നിന്ന് ആ മാതാവിന്റെ അനിയത്തി ആ കയ്യെ പിടിച്ചു. വേണ്ടാന്ന് പറഞ്ഞു, പിടിക്കണ്ടെന്ന് പറഞ്ഞു. അവരുടെ ചേച്ചി വന്ന് കയ്യെ പിടിച്ചു, പിടിക്കണ്ടെന്ന് പറഞ്ഞു. അവരുടെ ആങ്ങള വന്ന് കയ്യെ പിടിച്ചു, പിടിക്കണ്ടെന്ന് പറഞ്ഞു. വേറെ പലരും വന്ന് മറ്റേ കയ്യെ പിടിച്ചു. അതെല്ലാം തട്ടിമാറ്റി. കുറെ നേരം കഴിഞ്ഞപ്പോൾ അവർക്ക് സംസാരിക്കാൻ കഴിയില്ല. അവർ വീണ്ടും കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുക. അപ്പോൾ ഈ കൊച്ചന്റെ അപ്പൻ വന്ന് ആ കയ്യെ പിടിച്ചു. അപ്പോൾ അവർ തലയാട്ടി. ആ മാതാവ് ഒന്നും സംസാരിച്ചില്ലെങ്കിലും പിണങ്ങിപ്പോയ മകനെയും പകരം വീട്ടുവാൻ കാത്തുനിന്ന, ശിക്ഷ കൊടുക്കുവാൻ നോക്കി നിന്ന അപ്പനെയും രണ്ട് കൈകളിൽ പിടിച്ചുകൊണ്ട് ആ മാതാവ് ചില മിനിറ്റ് ആ മരണക്കിടക്കയിൽ കിടന്നു. കണ്ടുനിന്ന ആളുകളെല്ലാം പൊട്ടിക്കരയാൻ തുടങ്ങി. കുടുംബത്തിന്റെ കഥ അറിയാവുന്നവരും ഈ അപ്പനെയും മകനെയും അമ്മയെയും അടുത്തറിയാവുന്നവരെല്ലാം പൊട്ടിക്കരയാൻ തുടങ്ങി. ആ മാതാവ് ആ രണ്ട് കൈകളും അടുപ്പിക്കാൻ തുടങ്ങി. കട്ടിലിന്റെ രണ്ടു വശത്തു നിന്ന് അവരെ ആ മാതാവ് ചേർത്ത് പിടിച്ച് അടുപ്പിച്ചപ്പോഴേക്കും അവർ മറ്റേ കൈകൊണ്ട് അന്യോന്യം കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കാൻ തുടങ്ങി. കണ്ണുനീരുകൾ തുള്ളികൾ അടർന്നു വീണ് മാസങ്ങൾ പഴക്കമുള്ള അകൽച്ചയും വർഷങ്ങൾ പഴക്കമുള്ള വൈരാഗ്യവും ആ കണ്ണുനീരിന്റെ മുമ്പിൽ ഉരുകി അലിഞ്ഞു വീണു. അകന്നുപോയ അപ്പനും മകനും യോജിച്ചപ്പോഴേക്കും അമ്മയുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു. ആളുകളുടെ ശ്രദ്ധ ഈ അപ്പന്റെയും മകന്റെയും മുഖത്തേക്കായിരുന്നു. കുറെ നേരത്തെ ഈ സ്നേഹത്തിന് ശേഷം, ആ നിരപ്പ്, ആ വലിയ സംഭവത്തിന് ശേഷം കണ്ണു തുറന്നു നോക്കിയപ്പോൾ അമ്മ മിണ്ടുന്നില്ല. കുലുക്കി വിളിച്ചു, അമ്മേ അമ്മേ അമ്മേ. ഇല്ല, അമ്മയുടെ ശബ്ദം അവസാനിച്ചു. അവിടെ നിന്ന ആളുകൾ പറഞ്ഞു, മോനെ, നിന്നെയും അപ്പനെയും കൂടെ ഒന്നാക്കുവാൻ അമ്മ ഇവിടെ മരിച്ചു. ഇത് നിങ്ങൾ മറക്കാതെ ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം കേൾക്കുന്ന സഹോദരി, ദൈവത്തിന്റെ വചനം കേൾക്കുന്ന മാതാവേ, പിതാവേ, യൗവനക്കാര, ദൈവത്തിൽ നിന്നകന്നുപോയ നിന്നെയും നീതിമാനായ ദൈവത്തെയും തമ്മിൽ അടുപ്പിക്കുവാൻ പരിശുദ്ധനായ ദൈവപുത്രൻ ക്രൂശിൽ മരിച്ച കാര്യം പറയാനാണ് ഞാൻ ഈ വചനം ഇവിടെ വായിച്ചത്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. യേശു ക്രൂശിൽ മരിക്കുമ്പോൾ നമുക്ക് തന്ന സമാധാനം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പാപത്താൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാൻ യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. ഇത് നമുക്ക് എങ്ങനെ പ്രാപിക്കാം? ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വിശുദ്ധ ബൈബിളിലെ റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്.
യേശുവിന്റെ ക്രൂശ് മരണം നമുക്കുണ്ടാക്കിയിരിക്കുന്ന സമാധാനം സ്വന്തമാക്കുന്നത് വിശ്വാസത്താലാണ്. അതെ, വിശ്വാസത്താലാണ്, നേർച്ച കാഴ്ചകളാലല്ല, വിശ്വാസത്താൽ. പ്രാർത്ഥനയ്ക്കായി കണ്ണുകൾ അടയ്ക്കാം. കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണെന്നും ദൈവത്തിൽ നകന്നു പോയവനാണെന്നും സമ്മതിക്കുന്നു. എന്നെ ദൈവത്തോട് അടുപ്പിക്കുവാൻ എന്റെ പാപത്തിന് ശിക്ഷ ഏറ്റെടുത്ത് എനിക്ക് പകരമായി ക്രൂശിൽ യാഗമായ യേശുവിനെ എന്റെ കർത്താവായി, രക്ഷകനായി, നാഥനായി ഞാനിപ്പോൾ സ്വീകരിക്കുന്നു. വിശ്വാസത്താൽ ഈ സമാധാനം പ്രാപിക്കാമെന്ന വചനം ഞാൻ ഏറ്റെടുക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. ആ ദിവ്യ സമാധാനത്തിലേക്ക് എന്നെ പ്രവേശിപ്പിച്ചതിനാൽ നന്ദി. എന്റെ ജീവിതം ഞാൻ യേശു കർത്താവിനായി സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ഈ പ്രാർത്ഥന നിങ്ങൾ ഏറ്റുപറഞ്ഞെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമായി, ജീവിതം അർത്ഥമുള്ളതായി, ജീവിതം പൂർണ്ണതയുള്ളതായി. ഈ സമാധാനം കൊണ്ട് നിങ്ങളുടെ ഹൃദയം ദൈവം നിറയ്ക്കട്ടെ. യേശുക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്ന സമാധാനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു. കർത്താവ് യേശു പറഞ്ഞ വാക്യം ഞാൻ വീണ്ടും വായിക്കുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. യേശുക്രിസ്തു തന്നേച്ചു പോയ ഒരു സമാധാനമുണ്ട്. അത് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ ദൈവത്തോട് മനുഷ്യന് ലഭിച്ച നിരപ്പാണ് ആ സമാധാനം. എന്നാൽ രണ്ടാമത് യേശുക്രിസ്തു നൽകുന്ന ഒരു സമാധാനത്തെക്കുറിച്ച് വചനത്തിൽ കാണുന്നു. ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. എന്റെ സമാധാനം. ഒന്നാമത് യേശു നൽകുന്നത് ദൈവത്തോടുള്ള സമാധാനമാണ്, അതായത് ദൈവത്തോടുള്ള നിരപ്പ്. എന്നാൽ രണ്ടാമത് യേശു നൽകുന്നത് ദൈവീക സമാധാനമാണ്, ദൈവത്തിന്റെ സമാധാനമാണ്. യേശു പറയുന്നു എന്റെ സമാധാനം. വളരെ പ്രത്യാശ തരുന്ന, പ്രതീക്ഷ തരുന്ന, സന്തോഷം തരുന്ന, ആശ്വാസം തരുന്ന ഒരു വാക്യമാണിത്. എന്റെ സമാധാനം. ഇന്നത്തെ മനുഷ്യന്റെ പ്രശ്നം, നമ്മെ സഹായിക്കാമെന്ന് പറയുന്ന ആളുകൾ പോലും അസ്വസ്ഥരാണ്. സമാധാനമില്ലായ്മയ്ക്ക് ചികിത്സിക്കുന്ന ഡോക്ടർ പോലും അസമാധാനത്തിലാണ്. കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വായിച്ചത് നിങ്ങൾക്ക് ഓർമ്മ കാണും. 48 മനോരോഗികളെ രാവിലെ വാർഡിൽ പോയി കണ്ട് അവർക്കെല്ലാം വേണ്ട മരുന്ന് കുറിച്ചു കൊടുത്ത ശേഷം ആ ഡോക്ടർ ആ ബിൽഡിങ്ങിന് മുകളിലോട്ട് കയറിയിട്ട് താഴോട്ട് ചാടി ആത്മഹത്യ ചെയ്തു. ദീർഘവർഷങ്ങളായി മനോരോഗികളെ ചികിത്സിച്ച മനോരോഗ വിദഗ്ധൻ മാനസിക രോഗിയായിരുന്നു എന്ന കാര്യം അപ്പോഴാണ് വെളിപ്പെട്ടത്. ഇവിടെയാണ് മനുഷ്യൻ പരാജയപ്പെട്ടിരിക്കുന്നത്. സമാധാനം നൽകാമെന്ന് പറഞ്ഞ മതഗുരുക്കന്മാരും, സമാധാനം നൽകാമെന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞന്മാരും, സമാധാനം നൽകാമെന്ന് പറഞ്ഞ രാഷ്ട്രീയ സാമൂഹിക പരിഷ്കർത്താക്കളും വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കുന്നവരല്ല എന്ന് അടുത്തറിയുമ്പോൾ നാം ഞെട്ടിപ്പോവും. ഇവിടെ ഇതാ ആധികാരികമായൊരു വാക്ക്, എന്റെ സമാധാനം. യേശു അല്ലാതെ ആരും ഇങ്ങനൊരു വാക്ക് പറഞ്ഞിട്ടില്ല. യേശു അല്ലാതെ ആർക്കും അങ്ങനെ ഒരു വാക്ക് പറയാൻ കഴിയുകയുമില്ല. അതെ, വേറെ ആർക്കും ആ വാക്ക് പറയാൻ കഴിയുകയില്ല. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് ദൈവപുത്രനായ യേശു നെഞ്ചത്ത് കൈവച്ച് പറയുകയാണ്, എന്റെ സമാധാനം ഞാൻ നിനക്ക് തരാം. ഭൂമിയിൽ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു വാക്കാണ് യേശുവിന്റെ വാക്ക്. യേശുവിന്റെ പ്രത്യേകത ഞാനൊന്ന് പറഞ്ഞോട്ടെ. അവന് പാലിക്കാൻ കഴിയാത്ത ഒരു വാക്ക് അവൻ കൊടുക്കാറില്ല. സാധിപ്പിക്കാൻ കഴിയാത്ത ഒരു വാഗ്ദത്തം അവൻ നൽകുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ അസാധ്യമായത് ഒന്നുമില്ല.
ലോകത്തിലെ വലിയ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: അവരൊരു വാക്ക് പറയുമ്പോൾ തന്നെ അത് പാലിക്കാതിരിക്കാനുള്ള പഴുതും കൂടി ആ വാക്കിനകത്ത് ഉൾപ്പെടുത്താറുണ്ടത്രേ. ഒന്നുകൂടെ ഞാൻ പറയാം. ലോകത്തിലെ നേതാക്കൾ ഒരു വാക്ക് സമൂഹത്തോട് പറയുമ്പോൾ തന്നെ നാളെ അത് പാലിക്കാതിരിക്കാനുള്ള ഒരു പഴുതും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്താറുണ്ടത്രേ. എന്നാൽ യേശു അങ്ങനെയല്ല. യേശുവിന് വാക്ക് പാലിക്കാൻ ബുദ്ധിമുട്ടില്ല. അവൻ പറഞ്ഞത് അവൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ചെയ്യും, ഇന്നലെ അവൻ ചെയ്തു, നാളെയും അവൻ ചെയ്യും. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് യേശു പറഞ്ഞു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നും യേശു പറഞ്ഞു. യേശു തരുന്ന സമാധാനം അനുഭവിപ്പാൻ നമ്മുടെ ഭാഗത്ത് പരമപ്രധാനമായ ഒരു യോഗ്യത ഉണ്ടാകണം. അത് ദൈവത്തോട് സമാധാനത്തിലാകുക, അതായത് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക, അതായത് ദൈവവുമായി ഒരു ബന്ധത്തിലാകുക. ഒരിക്കൽ ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. പാപനിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് തിരികെ വരുന്ന അവസ്ഥയാണ് ദൈവത്തോട് സമാധാനം പ്രാപിക്കുക എന്നത്. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അനുഭവമാണ് ദൈവിക സമാധാനം. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇവിടെ എന്റെ സമാധാനം എന്ന് പറയുന്നത് എന്താണ് എന്നൊന്നുകൂടെ വിവരിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിനക്കരയ്ക്ക് പോയി. അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു. അതിൽ അവനും ശിഷ്യന്മാരും കടന്നു. അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരോട് പോയിരുന്നുകൊണ്ട് അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദയും ആ സ്ഥലം അറിഞ്ഞിരുന്നു. അങ്ങനെ യൂദ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരെയും പരീശന്മാരയച്ച ചേവകരെയും കൂട്ടിക്കൊണ്ട് യേശുവിനെ പിടിക്കുവാൻ അടുത്തു ചെന്നു. യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു ചെന്ന് നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. ഈ ഭാഗം താഴോട്ട് വായിക്കുമ്പോൾ യേശുവിന്റെ സമാധാനം, മനസാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. യേശുവിനെ പിടിക്കുവാൻ രാത്രി സമയത്ത് യേശുവിന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക്, അതായത് അവനൊരു തോട്ടത്തിലാണ് ഇന്ന് പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് കുറെ ആളുകൾ ചെല്ലുകയാണ്. ആ സമയത്ത് യേശുവിന്റെ ഉറ്റ ശിഷ്യന്മാരടുത്തുണ്ട്. അവരൊക്കെയും ഭയപ്പെട്ട് നിൽക്കുക. യേശു ഇറങ്ങിച്ചെന്ന് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ തിരയുന്നു. ഉടനെ യേശു പറഞ്ഞ വാക്ക്, എന്നെയാണ് തിരയുന്നതെങ്കിൽ ഇവരെ ആരെ ഉപദ്രവിക്കരുത്, ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് മുമ്പോട്ട് ചെന്നപ്പോൾ യേശുവിന്റെ വ്യക്തിപ്രഭാവത്തിന്റെ മുൻപിൽ പിടിക്കാൻ വന്ന പട്ടാളക്കാർ കമന്നു വീണു എന്ന് ബൈബിൾ പറയുന്നു. പിടിക്കാൻ വന്നയാളെ കണ്ടിട്ട് പിടിക്കാൻ വന്നവർ വീഴുന്നു. യേശു അവരെ എഴുന്നേൽപ്പിച്ചു. അപ്പോഴേക്കും അവർ വന്ന് യേശുവിനെ പിടിക്കുകയാണ്. പിടിച്ചപ്പോൾ യേശുവിന്റെ ശിഷ്യനായ പത്രോസ് തൊട്ടടുത്ത് നിന്ന് വാളെടുത്ത് വെട്ടി. ആ വെട്ട് പിടിക്കാൻ വന്ന ഉദ്യോഗസ്ഥന്റെ ചെവിയിൽ കൊണ്ടു. ചെവി മുറിഞ്ഞ് താഴെ വീണു. നിങ്ങൾ യേശുവിന്റെ മുഖത്തേക്ക് നോക്കൂ. യേശു മാത്രമേ അവിടെ പീസ് ഓഫ് മൈൻഡ്, സമാധാനം അനുഭവിക്കുന്നുള്ളൂ. യേശു കീഴോട്ട് കുനിഞ്ഞ് അറ്റുപോയ കാതിന്റെ കഷണം എടുത്ത് അതേ സ്ഥലത്ത് വെച്ച് പിടിപ്പിച്ചു. അപ്പോഴും അവൻ ദൈവപുത്രൻ തന്നെയാണ്. അപ്പോഴും അവൻ സർവശക്തൻ തന്നെയാണ്. അപ്പോഴും അവൻ പ്രശ്നങ്ങളുടെ മുകളിൽ നിൽക്കുന്നവനാണ്. ഈ സമാധാനമാണ് നിങ്ങൾക്ക് തരാമെന്ന് യേശു പറഞ്ഞത്. കൊടുങ്കാറ്റിന്റെ നടുവിലും ശാന്തമായിരിക്കുന്ന മാനസിക അവസ്ഥയാണ് കർത്താവ് നമുക്ക് തരാമെന്ന് പറഞ്ഞത്. എന്താണ് യേശു പറഞ്ഞ സമാധാനം? എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതെ, എന്റെ സമാധാനം എന്നാണ് യേശു പറഞ്ഞത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സഫറിങ്സ്, ഏറ്റവും കൂടുതൽ മനോവ്യഥയിലൂടെ കടന്നുപോയ വ്യക്തി ആരാണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ അപമാനഭാരം അനുഭവിച്ച വ്യക്തി ആരാണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേദനയിലൂടെ കടന്നുപോയ വ്യക്തി ആരാണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിരപരാധിയായിരുന്നിട്ടും ശിക്ഷിക്കപ്പെട്ട വ്യക്തി ആരാണ്? ഉത്തരം, യേശു ക്രിസ്തു. അവൻ ചെയ്യാത്ത അനവധി കുറ്റങ്ങൾ അവന്റെ മേൽ ചുമത്തി. അവൻ അർഹിക്കാത്ത ഒരുപാട് ശിക്ഷ അവന് കിട്ടി. അവൻ അപമാനിക്കപ്പെട്ടു. വസ്ത്രം അഴിച്ചവനെ മുറിവേൽപ്പിച്ചു, പരിഹസിച്ചു, മുഖത്ത് തുപ്പി, തലയിൽ മുൾക്കിരീടം വെച്ച് അടിച്ചു.
ഇതുപോലെ അപമാനിക്കപ്പെട്ട ഒരു നിരപരാധി ഭൂമിയിൽ കാണത്തില്ല. ഇതുപോലെ യേശു അപമാനിതനായി, യേശു ഇതുപോലെ വേദന അനുഭവിച്ചു. പക്ഷെ അപ്പോഴും അവൻ സമാധാനം അനുഭവിക്കുന്നുണ്ടായിരുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് യേശു പറഞ്ഞത് 365 ദിവസവും 24 മണിക്കൂറും പട്ടുമെത്ത വിരിച്ചൊരു ജീവിതം തരാമെന്നല്ല യേശു പറഞ്ഞതിന്റെ അർത്ഥം. 100 കഷ്ടങ്ങളോ രോഗങ്ങളോ ദുഃഖങ്ങളോ പ്രശ്നങ്ങളോ ജീവിതത്തിൽ ഉള്ളപ്പോഴും അതിനെ മുഴുവനും അതിജീവിക്കാവുന്ന മാനസിക ബലം ഞാൻ നിങ്ങൾക്ക് തരാമെന്നാണ് യേശു പറഞ്ഞത്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് യേശു പറയുമ്പോൾ അതിന്റെ അർത്ഥം പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതമല്ല, പ്രശ്നങ്ങളെ അതിജീവിക്കുന്ന ഒരു ജീവിതമാണ്. ഇന്ന് പകലിൽ അതല്ലേ നമുക്ക് ആവശ്യം? ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ ആവശ്യം അതല്ലേ? കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പ്രശ്നം, ഭാര്യയെ കുറിച്ചുള്ള ദുഃഖം, ഭർത്താവിനെ കുറിച്ചുള്ള വേദന, അമ്മയെ കുറിച്ചുള്ള മനപ്രയാസം, ബിസിനസിനെ കുറിച്ചുള്ള വേദന, അയൽവക്കക്കാരനെ കുറിച്ചുള്ള പേടി, ഇങ്ങനെ മനസ്സിനെ അലട്ടുന്ന അനവധി പ്രശ്നങ്ങൾ. ഒരു സാധാരണക്കാരന മനുഷ്യന് അഭിമുഖീകരിക്കാൻ കഴിയുന്നതിലും അപ്പുറമായ വേദനയോടുകൂടിയാണ് ആധുനിക മനുഷ്യൻ ജീവിക്കുന്നത്. വളരെ ലോകം പുരോഗമിച്ചിട്ടുണ്ട്, വളരെ സൗകര്യങ്ങൾ ആളുകൾക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ആധുനികത ഒരു പരിധി വരെ നമ്മുടെ പണിഭാരം കുറച്ചിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ ഇതുകൊണ്ടൊന്നും മനുഷ്യന്റെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നം ഇതുകൊണ്ടൊന്നും പരിഹരിക്കപ്പെടുന്നില്ല. അനവധി വേദനകളുടെ നടുവിലൂടെ മനുഷ്യൻ മുന്നോട്ട് പോകുന്നു. ഇന്ന് രാവിലെ ബോംബെയിൽ നിന്നൊരാൾ എന്നെ ടെലിഫോൺ ചെയ്തു. പേര് ചോദിച്ചിട്ട് പറഞ്ഞില്ല, ബോംബെ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. എന്താണ് വിഷയം? ഒന്ന് പ്രാർത്ഥിക്കാവോ? ഞാൻ സമാധാനമില്ലാതെ വളരെ ഭാരപ്പെടുന്നു. എന്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി? എന്റെ ഒരു സുഹൃത്ത് തന്നതാന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി അവർ സ്വയം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, അവർ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും അവർക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട്. ടെലിഫോണിലൂടെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തീർന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഞാനൊരു ആശ്വാസം അനുഭവിക്കുന്നുണ്ട് സാറേ എന്ന് പറഞ്ഞു. അതെ, യേശു ക്രിസ്തുവിൽ കൂടിയുള്ള സമാധാനം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. ഇത് യാഥാർത്ഥ്യമാണ്, ഇത് സങ്കല്പമല്ല, ഇത് ഭാവനയല്ല, ഇത് ഊഹം വെച്ചുള്ള ഒരു വെടിയല്ല. ദൈവത്തിന്റെ വചനം ഇപ്പോഴും ശക്തിയുള്ളതാണ്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇതിനെക്കുറിച്ചുള്ള ദൈവവചനത്തിന്റെ വിശദീകരണം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ദൈവവചനത്തിനാണല്ലോ ശക്തി. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഞാൻ ആ വചനം ഒന്നുകൂടെ വായിക്കാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. യേശുക്രിസ്തു തരുന്ന സമാധാനം എന്താണ് എന്ന് നാം ഇതുവരെ ചിന്തിച്ചു. അത് എങ്ങനെ പ്രാപിക്കാം എന്ന് ഈ വാക്യം വെളിപ്പെടുത്തുന്നു. ഇവിടെ ചില കാര്യങ്ങൾ ലളിതമായിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. 2, നിങ്ങൾ എല്ലാ വിഷയവും പ്രാർത്ഥനയാൽ ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുവരണം. 3, അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ദൈവത്തിന്റെ സമാധാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ദൈവത്തിന്റെ സമാധാനം, ദൈവീക സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനം നമുക്ക് ലഭിക്കുവാനുള്ള മാർഗം 2 കാര്യമാണ്. 1, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതിരിക്കുക. 2, എല്ലാറ്റിനു വേണ്ടിയും പ്രാർത്ഥിക്കുക. വിചാരപ്പെടരുത് എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ വിചാരപ്പെടുന്ന ഒരാളോട് വിചാരപ്പെടരുതെന്ന് പറഞ്ഞാൽ ചുമയ്ക്കുന്ന ഒരാളോട് ചുമയ്ക്കണ്ട എന്ന് പറയുന്ന പോലെ ഇരിക്കും. എനിക്ക് ഭയങ്കര ചുമയാണല്ലോ ഡോക്ടറെ, നിങ്ങൾ എന്തിനാ ചുമയ്ക്കുന്നത്, നിങ്ങൾ ചുമയ്ക്കാതിരുന്നാൽ മതി എന്നൊരു ഡോക്ടർ പറയില്ല. കാരണം ആ ചുമ മാറാനുള്ള മരുന്ന് കൊടുത്താലേ അയാൾക്ക് ചുമയ്ക്കാതിരിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ വിചാരപ്പെടുന്ന ഒരാളോട് വിചാരപ്പെടണ്ടെന്ന് പറഞ്ഞാൽ അതൊരർത്ഥമില്ലാത്ത വാക്കാണ്.
അയാൾക്ക് വിചാരപ്പെടാനായിട്ട് എന്തോ ഒരു കാരണകത്തുണ്ട്. അതിനാണ് മരുന്ന് കൊടുക്കേണ്ടത്. അതിനുള്ള മരുന്നാണ് പറഞ്ഞത് പ്രാർത്ഥന. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. എല്ലാ വിഷയവും പ്രാർത്ഥനയോടുകൂടെ ദൈവത്തോട് അറിയിക്കണം. അപ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്. ഇതിനെക്കുറിച്ച് മനഃശാസ്ത്രം പറയുന്ന വാക്കുകൾ വേണമെങ്കിൽ ഇവിടെ നമുക്ക് യോജിപ്പിക്കാം. മനസ്സിനകത്തെ ഭാരങ്ങളും ചിന്തകളും ഒരു ഉറ്റ സുഹൃത്തിനോട് തുറന്നു പറഞ്ഞാൽ അത് കുറയുമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇവിടെ അതിനേക്കാളും അനുഗ്രഹിക്കപ്പെട്ടൊരു മാർഗം തുറക്കുകയാണ്. നിങ്ങളുടെ ഭാരങ്ങളും ദുഃഖങ്ങളും നിങ്ങൾ ഒരു ഉറ്റ സുഹൃത്തിനോട് പറയുമ്പോൾ അത് ആ സുഹൃത്ത് ശ്രദ്ധിച്ച് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. പക്ഷെ ആ സുഹൃത്ത് നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ആളാണെങ്കിലോ, നിങ്ങളുടെ പ്രശ്നം അതിന്റെ ഉള്ള തൂക്കത്തിൽ അറിയുന്നയാളാണെങ്കിലോ, നിങ്ങളുടെ പ്രശ്നം അതുപോലെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണെങ്കിലോ, നിങ്ങളുടെ ആശ്വാസം വർദ്ധിച്ച് വരുന്നത് കാണാം. അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. യേശു അവിടെ ഒന്നും നിൽക്കുന്നില്ല, അതിനപ്പുറം കടക്കുന്നു. നിങ്ങളുടെ പ്രശ്നം ഉള്ള തൂക്കത്തിൽ ഉള്ള അളവിൽ അവൻ അറിയുന്നു എന്ന് മാത്രമല്ല, നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ അതേ ശരീരത്തിൽ അവൻ ഈ ഭൂമിയിൽ വെച്ച് അനുഭവിച്ചിട്ടുണ്ട്. ബൈബിൾ എന്ത് പറയുന്നു? പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ, കഷ്ടപ്പെടുന്നവരെ സഹായിപ്പാൻ യേശു കഴിവുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിനോട് നിങ്ങൾ നിങ്ങളുടെ മനോവേദനകൾ തുറന്നു പറയുമ്പോൾ അവന് നിങ്ങളുടെ വേദനയുടെ ആഴം നന്നായി മനസ്സിലാവും. കാരണം അവൻ നിങ്ങളെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിട്ടുണ്ട്. 2, അവൻ ഈ പ്രശ്നത്തെ മുഴുവൻ അതിജീവിച്ചവനാണ്. 3, അവൻ ഇന്ന് ജീവിക്കുന്ന ദൈവമായതുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിങ്ങളെ സഹായിക്കുവാനും നിങ്ങളെ കൈപിടിച്ചുയർത്തുവാനും യേശു ശക്തനാണ്, മതിയായവനാണ്. ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ അനന്യൻ തന്നെ, വാക്കുമാറാത്തവൻ തന്നെ. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന വാക്ക് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതെ സഹോദര, നിനക്ക് വേണ്ടിയുള്ളതാണ്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇത് പ്രാപിക്കുവാൻ വേദനകൾ, ഭാരങ്ങൾ, ദുഃഖങ്ങൾ തുറന്നു പറയുവാൻ ഒരു സ്ഥലം ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. യേശുവിന്റെ സന്നിധി. പ്രായോഗികമായിട്ട് പാസ്റ്ററെ എന്താ പറയാനുള്ളത്? പ്രായോഗികമായിട്ട് നിങ്ങളൊരു മുറിയിൽ കയറുക, നിങ്ങളുടെ വാതിലടയ്ക്കുക, ദൈവത്തിന്റെ വചനം എടുക്കുക, പ്രാർത്ഥനയോടുകൂടെ വായിക്കുക. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഇപ്പോൾ നിങ്ങളെ അലട്ടുന്ന പ്രശ്നത്തിന് ഒരു വചനം ദൈവം നിങ്ങൾക്ക് ഈ ബൈബിളിൽ നിന്ന് തരാതിരിക്കുകയില്ല. ഈ വചനത്തിന് വളരെ ശക്തിയുണ്ട്. ഈ വചനം വായിക്കുക, വീണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ചടങ്ങല്ല, ഒരു അഭിനയമല്ല, ഒരു കപടഭക്തിയല്ല, മനുഷ്യനെ കാണിക്കാനുള്ളതല്ല. ഹൃദയത്തിനകത്ത് കെട്ടിക്കിടക്കുന്ന സകല ദുഃഖങ്ങളും സകല വേദനകളും സകല ഭാരങ്ങളും തുറന്നു പറയുവാനുള്ള ഒരേ ഒരു സ്ഥലമാണ് കർത്താവിന്റെ സന്നിധി. അതെ, നിങ്ങളുടെ വിഷയങ്ങൾ യേശുവിനോട് തുറന്നു പറയൂ. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ എഴുതിയിരിക്കുന്നു, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. പ്രിയപ്പെട്ടവരെ, വളരെ മനോഹരമായ ഒരു വാക്യമാണിത്. നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനം, ഇതാണ് യേശു തരാമെന്ന് പറഞ്ഞത്. അതെന്താണ്? മനുഷ്യന്റെ ചിന്താകുലങ്ങളെല്ലാം കെട്ടിക്കിടക്കുന്നത് അവന്റെ ബുദ്ധിയിലാണ്, അവന്റെ തലയിലാണ്. അതിനെ നിയന്ത്രിക്കുന്ന സമാധാനമാണ് യേശു തരാമെന്ന് പറഞ്ഞത്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനം. അതെ, നമ്മുടെ ചിന്താമണ്ഡലത്തെ ദൈവത്തിന്റെ സമാധാനം കയറി അങ്ങ് മൂടിക്കളയും. ഇത് കേവലം പ്രസംഗിക്കുമ്പോൾ അതൊരു പക്ഷേ ഒരു തിയറി, ഒരു ഉപദേശമായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ അനുഭവിച്ച ആളുകൾ പറയുന്നത് ഞാൻ നിങ്ങളോട് പറയട്ടെ. വളരെ മനോവേദനയിലൂടെ കടന്നു വരും മനുഷ്യൻ പറഞ്ഞത്, പ്രാർത്ഥനയ്ക്കിരുന്നപ്പോൾ ആ വേദന മറന്നതുപോലെ എനിക്ക് തോന്നി.
ഒരു സഹോദരി എന്റെ ചർച്ചിൽ വന്ന് സാക്ഷ്യം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അവരുടെ കുടുംബത്തിൽ വളരെ വളരെ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും അവിശ്വസ്തതകളും സംശയങ്ങളും എല്ലാം നിറഞ്ഞ് നാളുകളായിട്ട് നീറിപ്പൊകഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയാതെ കരഞ്ഞ് 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 ദിവസങ്ങൾ തള്ളിവിടുകയാണ്. ജീവിച്ചിട്ട് കാര്യമില്ല, ഇനി മരിച്ചാൽ മതി, എന്തിന് ഈ കല്യാണം കഴിച്ചു, എന്തിന് ജീവിതം എന്ന് ചിന്തിച്ച് ആഴ്ചകളോളം ഇങ്ങനെ ഞരങ്ങിയിരുന്ന ആ സ്ത്രീയെ അവരുടെ ഒരു ഫ്രണ്ട് വിളിച്ച് ഒരു പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവർ ആ ഫ്രണ്ടിന്റെ വാക്ക് കേട്ട് പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്. ഫ്രണ്ട് പറഞ്ഞത്, ഒരു ദിവസം അവിടെ പ്രാർത്ഥനയ്ക്ക് ചെന്നാൽ നിന്റെ സകല ഭാരം അങ്ങ് മാറും, നിന്റെ കടഭാരം മാറും, നിന്റെ ഭർത്താവിന്റെ സ്വഭാവം മാറും, നിന്റെ അമ്മായിയമ്മയുടെ സ്വഭാവം മാറും, നിന്റെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം മാറും. ഇങ്ങനെ അനുഗ്രഹങ്ങൾ ഒരുപാട് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഈ കുട്ടിയെ കൊണ്ടുവരിക, സഹോദരിയെ കൊണ്ടുവരികയാണ്. ആ സഹോദരി വലിയ പ്രതീക്ഷയോടുകൂടി ആ പള്ളിയിൽ ചെന്നിരുന്നു. ആ സ്ത്രീ പറഞ്ഞ സാക്ഷ്യം ഇതാണ്: ഞാൻ അവിടെ ചെന്ന് അന്ന് എന്റെ ഭർത്താവിന്റെ സ്വഭാവം മാറിയില്ല, എന്റെ മക്കളുടെ സ്വഭാവം മാറിയില്ല, എന്റെ കടഭാരം മാറിയില്ല, എന്റെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും തീർന്നില്ല. പക്ഷേ ആ പ്രേയർ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ എന്റെ പ്രശ്നങ്ങൾ ഒന്നുമല്ല എന്ന് എനിക്ക് തോന്നി. ഇതാണ് വ്യത്യാസം. പ്രിയപ്പെട്ടവരെ, സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം എന്ന് പറഞ്ഞാൽ എന്തെന്ന് നിങ്ങൾ ആഴത്തിൽ ഗ്രഹിക്കണം. ഇന്ന് നിങ്ങൾ 100 ടൺ ഭാരം ചുമക്കുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, കർത്താവായ യേശുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നാൽ ആ പ്രശ്നം മുഴുവൻ ഇന്ന് തന്നെ മാജിക് പോലെ എടുത്തു മാറ്റുന്ന ഒരു പ്രസ്ഥാനമല്ലിത്. പക്ഷേ ആ പ്രശ്നങ്ങളെക്കാൾ നിങ്ങളെ കരുത്തുള്ളവനാക്കി തീർക്കും. സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം എന്ന് പറഞ്ഞാൽ സകല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ കഴിയുന്ന, ഫേസ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രത്യേക മാനസിക അവസ്ഥയിലേക്ക് കർത്താവ് നിങ്ങളെ നടത്തുമെന്നാണ് ഈ വചനത്തിന്റെ അർത്ഥം. വേദപുസ്തകം എപ്പോഴും പ്രാക്ടിക്കലാണ്. ഒരു മാജിഷ്യൻ പറയുന്നത് പോലെയോ ഒരു സങ്കല്പ ലോകത്ത് ആളുകളെ ഇരുത്തുന്ന ഒരു പുസ്തകമല്ല ഇത്. പ്രായോഗികമായിട്ട് പറയാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങൾക്കിന്ന് 10 ലക്ഷം രൂപ കടമുണ്ടെന്നിരിക്കട്ടെ, ഇന്ന് ഈ പ്രസംഗത്തിന് മധ്യേ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴേക്കും 10 ലക്ഷം രൂപ ആകാശത്തിൽ നിന്നൊരു പൊതികെട്ടി നിങ്ങളുടെ കിടക്കമുറിയിലേക്ക് ഇട്ടുതരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാനത് പ്രസംഗിക്കുകയുമില്ല. പക്ഷേ ആ കടഭാരത്തെ അതിജീവിക്കാനുള്ള കരുത്ത് ദൈവം നിങ്ങൾക്ക് തരും. അതായത് നിങ്ങൾ ആർക്ക് പൈസ കൊടുക്കാനുണ്ടോ അയാൾ നിങ്ങളോട് കരുണയോടുകൂടി ഇടപെടുന്നത് കാണാം. നാളെ മുതൽ ആ പണം തിരിച്ചടയ്ക്കാനുള്ള 1 or 2 വഴികൾ ദൈവം നിങ്ങൾക്ക് തുറന്നു തരുന്നത് കാണാം. നിങ്ങളുടെ ഉപജീവന മാർഗത്തിന്മേൽ ഒരു അഭിവൃദ്ധി ദൈവം തരുന്നത് കാണാം. ദൈവം മാജിക്കിന്റെ ദൈവമല്ല, പ്രായോഗിക പാതയിൽ നിങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ദൈവമാണ്. യേശു ക്രിസ്തുവിന്റെ വാക്കുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും തിരിയട്ടെ. യേശു ഇങ്ങനെ പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. 2, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. 3, ലോകം തരുന്നത് പോലെയല്ല. എന്താണ് മൂന്നാമത്തേത്? ലോകം തരുന്ന സമാധാനം. ലോകം സമാധാനം തരുന്നുണ്ടോ? ഉണ്ട്. മദ്യപിക്കുന്ന ഒരു സ്നേഹിതനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, മദ്യം വിഷമാണെന്ന് എനിക്കറിയാം, പക്ഷേ ഒരു സമാധാനമില്ല. അല്പനേരത്തെ ഒരു സമാധാനത്തിനോട് ഞാൻ മദ്യപിക്കുകയാണ്. അതെ, ക്ലബിൽ പോണവരും സിനിമയ്ക്ക് പോകുന്നവരും മദ്യഷപ്പിൽ പോകുന്നവരും ഒരർത്ഥത്തിൽ സമാധാനം കണ്ടെത്തുകയാണ്. അതെ, മദ്യം സമാധാനം കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ ഈ ലോകം മറക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. അത് സമാധാനമാണോ? അറിയില്ല. അതൊരു മയക്കമാണെന്ന് വേണം പറയാൻ. മയക്കുമരുന്നുകൾ കഴിക്കുന്നതും ഒരർത്ഥത്തിൽ ഈ വിധത്തിൽ ആണ് എന്ന് ചിന്തിക്കുന്നതിന് തെറ്റില്ല. അതെ, സത്യം നാം അറിയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടും. ലോകം തരുന്ന സമാധാനം വഞ്ചനയാണ്, മരീചികയാണ്, നിലനിൽക്കുകയില്ല. മദ്യം സമാധാനം തരികയില്ല, അത് നിന്നെ മയക്കുകയുള്ളൂ. മയക്കുമരുന്ന് സമാധാനം തരികയില്ല, അത് നിന്നെ ചതിക്കുകയുള്ളൂ. യേശു ക്രിസ്തു തരുന്ന സമാധാനം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതെ, ഇന്ന് ഈ വചനത്തിന്റെ മുൻപിൽ ഒരു സമർപ്പണം ചെയ്യുന്നത് നല്ലതാണ്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് അരുളി ചെയ്ത യേശുവിന്റെ മുമ്പിൽ നമ്മെ സമർപ്പിക്കാം. കർത്താവായ യേശുവേ, എന്റെ ഭാരങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഞാൻ തുറന്നു വയ്ക്കുന്നു.
അങ്ങ് തരുന്ന സമാധാനം പ്രാപിപ്പാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ വീണ്ടും നമുക്ക്